ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എൻ്റെ കുട്ടി ഫാമിലി. ഇവരെല്ലാം കൂടി ഇതെങ്ങോട്ടാണ് ഓടുന്നതെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. ഞങ്ങൾ കല്ലൂട്ടീനെ അങ്കൻവാടി വിടാൻ പോകുന്ന വഴിയാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ വഴിക്ക് വെച്ച് ഒരാളെയും കൂടെ കിട്ടി. ഇത് ഈ ഡോഗിൻ്റെ പേരാണ് ശശു. ഇവിടെ അടുത്തുള്ള വീട്ടിലെ ഒരു ചേച്ചിയുടെ ഡോഗാണ് കേട്ടോ. അവൻ എപ്പോഴും ഇപ്പോൾ പിള്ളേരുടെ അടുത്ത് വരും, അവരുടെ കൂടെ കളിക്കും, പിന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. പിള്ളേർ ശ്രദ്ധിക്കും, നല്ലൊരു ഇതാട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്കൻവാടിയിൽ പോയപ്പോൾ അവൻ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ അങ്കൻവാടി വരും, തിരിച്ചു വരും. അങ്ങനെ ഞങ്ങൾ കടയിൽ പോവുകയാണെങ്കിൽ അങ്ങനെ എവിടെ പോയാലും ഇങ്ങനെ ഞങ്ങളുടെ കൂട്ടായിട്ട് ഇങ്ങനെ വരുവേ. അങ്ങനെ അടുത്ത് ഞങ്ങളുടെ 3 വീടുണ്ട്. 3 വീട്ടിലും ഇവനാട്ടോ ഞങ്ങൾക്ക് കാവൽക്കാരനായിട്ടുള്ളത്. ഈ 3 വീട്ടിലെ ആളുകളെയും ഒരേപോലെ കെയർ ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇവനാട്ടോ. ഏജൊക്കെ ഒരുപാടായി, ചാവാറൊക്കെ ആയി, എന്നാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവനെ ഭയങ്കര ജീവനാട്ടോ. മനുഷ്യരെക്കാളും നല്ലത് ആനിമൽസ് അല്ലേ. അങ്ങനെ ഞങ്ങൾ അങ്കൻവാടിയിലൊക്കെ പോയിട്ട് തിരിച്ച് നടക്കുക കേട്ടോ. എന്നതാ അവിടെ എന്നാ ഉള്ളേ? വീടല്ലേ തട്ടി വീടല്ലേ. ഗായ്സ്, നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാൾ കയറി വരുന്നുണ്ട്. അത് കാണാനായിട്ട് എല്ലാവരും മറക്കരുത്. പുറകോട്ട് കിടക്കുവാണോ കുടു? പുറകോട്ട് കിടക്കുവാണോ? ബാ, ഇനി ഫ്രണ്ടിലേക്ക് വാ. ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ അങ്കൻവാടി ജേണിയാണ് കേട്ടോ. ഗൈസ്, കുട നടന്നു പോണു ഗൈസ്. അമ്മ ഞാൻ പിടിച്ചോളാമെന്നും പറഞ്ഞുകൊണ്ട് കുടയും കൊണ്ട് പോകുന്നതാണ്. ഇപ്പോൾ വീഴുമെന്ന് മാത്രം അറിയത്തില്ല. നല്ല വ്യൂ ആട്ടോ. ഇതൊരു മതിയായ മലയാണേ. ഇടുക്കിയുടെ ഒരു പ്രത്യേകത, എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും മല കാണുമെന്നുള്ളതാണ്. ഈ നമ്മുടെ മാങ്ങയൊക്കെ കണ്ണിമാങ്ങ മാറി അത്യാവശ്യം വലുതായി വരുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലെല്ലാം മാവ് നിൽപ്പുണ്ട് കേട്ടോ. ഞങ്ങളൊരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചതാണേ അങ്കൻവാടിയിലേക്ക് പോകാനായിട്ട്. ഇവിടെ ഇടുക്കിയുടെ മെയിൻ സാധനമായിട്ടുള്ള കുരുമുളകിൻ്റെ കൊടിയാണേ. വാഴ നിറച്ചങ്ങനെ ഓരോരോ കൃഷികൾ. ഇത് ഇടവഴിയിൽ നിന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേക്കുള്ള കോൺക്രീറ്റ് റോഡിലേക്ക് കടന്നേ. ഇവിടെ അടിപൊളിയാട്ടോ. തെങ്ങും നല്ല മലയും ആകാശവും നല്ല ഭംഗിയുണ്ട് കാണാൻ. തക്കുടു, വീടല്ലേ, പതിയെ പോ, നടന്നു പോ. തക്കുട് ഇവിടെ വന്നാൽ എപ്പോഴും ഓട്ടമാണ്. ഇവനെ ഓടുന്ന കാണുമ്പോഴത്തേനും എനിക്ക് പേടിയാവും, വീഴുമോയെന്ന് ഓർത്തിട്ട്. നല്ല പൊരിഞ്ഞ വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ കുടയൊക്കെ ആയിട്ടാണ് വന്നേ. കുട ചൂടാനൊക്കെ ഭയങ്കര പാടാണ്. ഇവിടെ നോക്കിയാൽ വീട് കാണാം കേട്ടോ. ഇതാട്ടോ നമ്മുടെ വീട്. വീട്ടിലേക്ക് ഇനി ഇങ്ങനെ കറങ്ങി വീട്ടിലേക്ക് പോകണം. ഇവിടെ നമ്മുടെ വണ്ടി കിടപ്പുണ്ടേ. വെയിലായതുകൊണ്ട് മൂടിയിട്ടേക്കുവാ. നല്ല വെയിലാണ്. ഈ വെയിലത്ത് വണ്ടി കിടന്നിട്ട് നമ്മൾ കയറിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ മൂടി സേഫാക്കി ഇട്ടേക്കുവാണ്. നമ്മുടെ വീട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. അപ്പം ഞാൻ അടുത്തുള്ള വീടിൻ്റെ മുറ്റത്തോടെ പോവുകയാണേ. നമ്മുടെ കൂടെ ഇവിടുന്ന് വന്ന ശശുവിനെ കാണുന്നില്ല കേട്ടോ. അവൻ തിരിച്ച് വേഗം വന്നു. ഞാൻ അവിടെ നിന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ പോകുന്നുണ്ട് വീട്ടിലേക്ക്. അവനിപ്പോൾ വഴിയൊക്കെ ഓക്കെ ആയി തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. ഞങ്ങൾ വന്നപ്പോഴത്തേനും നല്ലൊരു കാറ്റ് വീശി കേട്ടോ. നല്ല സുഖമുണ്ട്. നല്ല വെയിലത്തുനിന്ന് വന്നിട്ട് നമ്മുടെ വീടെത്തി. ഇത് ഗേറ്റാണ് കേട്ടോ ഞങ്ങളുടെ. ഇവർ വണ്ടിയും കൊണ്ട് താഴേക്ക് ഇറങ്ങി പോകുമായതുകൊണ്ട് ഞാൻ ഗേറ്റ് പോലെ വെച്ചേക്കുന്നതാണേ. ഇതിവിടെ എല്ലാം നമ്മൾ കെട്ടിയിട്ടുണ്ട് വേലി പോലെ. താഴേക്ക് തിട്ടായതുകൊണ്ട് താഴെ റോഡ് അത് കണ്ടോ. അപ്പം തിട്ടായതുകൊണ്ട് ഇവർ
താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വേലി പോലെ കെട്ടിയിട്ടുണ്ടേ. ഇതാ നമ്മളങ്ങനെ വീട്ടിലെത്തി. ഞങ്ങളങ്ങനെ അംഗൻവാടി പോയിട്ട് വന്നു കേട്ടോ ഗൈസ്. നല്ല വെയിലായിരുന്നുകൊണ്ട് നന്നായിട്ട് മടുത്തു. നല്ല ചൂടുണ്ട് വെയിലിന്. തക്കുടും അങ്ങനെ വന്ന് അടുത്ത പരിപാടികളൊക്കെ തുടങ്ങാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. അവൻ്റെ മെയിൻ സാധനം കേട്ടോ വണ്ടി. ഒരു ചെറിയ വണ്ടിയെങ്കിലും എപ്പോഴും കയ്യിൽ കാണും ഗൈസ്. ഇന്ന് നമ്മുടെ വീഡിയോ ചെയ്യുന്നത് അംഗൻവാടി തന്നെയാട്ടോ. രാവിലെ തക്കുടും ഉണ്ടായിരുന്നു, കൂടെ ശശു എന്ന് പറയുന്ന ഡോഗും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പോയി. വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി പോയി. അവൻ ഉറങ്ങുമായതുകൊണ്ട് അവനെ കൊണ്ടുവന്നില്ല. പിന്നെ ഡോഗിൻ്റെ പേര് ശശു എന്നാട്ടോ. ശശു എവിടെയാണ് പോയെന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പം കൊച്ചുറങ്ങുമായതുകൊണ്ട് അതിൻ്റെ അടുത്തുള്ള വീട്ടിലെ കുട്ടീനെ ഇരുത്തിയിട്ട് ഞാൻ വന്നതാണ്. കാരണം നല്ല വെയിലുണ്ട്, നടന്ന് അവിടെ വരെ ചെല്ലണം, കയറ്റമാണ്, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ അവനെ കൊണ്ടുവന്ന് ഞാൻ നടക്കില്ല, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങ് പോകുന്നതാണ്. ഇതാട്ടോ നമ്മുടെ അംഗൻവാടിയിലേക്കുള്ള വഴി. ഇതൊരു ഷോർട്ട് കട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചതാണ്, പക്ഷേ നല്ല വഴിയാണേ. ഇതിപ്പം ഇവിടെ പാർക്ക് പണിയുന്നതുകൊണ്ട് നല്ല റോഡൊക്കെ ആക്കി സെറ്റാക്കിട്ടോ. ഇത്ര നാൾ ഇങ്ങനൊരു വഴി ഇടയ്ക്കോടെ ഇത്ര ഈസി ആയിട്ട് അംഗൻവാടി ചെല്ലുന്ന ഒരു വഴിയുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ ദൂരമുള്ള സ്ഥലത്തോടെ പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ വണ്ടി വിളിച്ചൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാട്ടോ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞത്. നല്ല വെയിലുണ്ട്, സൂര്യൻ നല്ല ഉദിച്ച് നിൽക്കുക. നല്ല പച്ചപ്പും രമണീയമായ അവിടെ മാത്രമേ ഉള്ളൂ. ചക്കയൊക്കെ ഉണ്ടല്ലോ. പുറകിൽ പിള്ളേർ സൈക്കിളൊക്കെ ആയിട്ട് പോയിട്ടോ. അങ്ങനെ അവരോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് നടന്നു. അങ്ങനെ അറിയാൻ കുട്ടിയൊന്നുമല്ല, പക്ഷേ കല്ലൂട്ടിയുടെ അംഗൻവാടിയിൽ തന്നെയുള്ള കൊച്ചിൻ്റെ ഇക്കയും ഫ്രണ്ട്സും ഒക്കെയാണ്, നെയ്ബേഴ്സും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ അവനെ കൊണ്ട് വന്നെങ്കിൽ അവൻ വഴക്കുണ്ടാക്കിയേനെ. അവന് സൈക്കിൾ വേണമെന്നും പറഞ്ഞുകൊണ്ട്. ഭാഗ്യത്തിന് അവൻ എൻ്റെ കൂടെ ഇല്ലാതെ ആയിപ്പോയി. നല്ല വ്യൂ ആണ് കേട്ടോ, നല്ല കാറ്റും വീശുന്നുണ്ട്. ഞാൻ മല കാണിച്ചു തരാം കേട്ടോ. സ്ഥലമാണ് 2-3 റോഡുകൾ ജോയിൻ ചെയ്യുന്നൊരു പോർഷനാണ്. അപ്പോൾ മലയാളേ ഈ മല വിളിക്കും. അതിൻ്റെ അമ്മായി ഇത് ആശി കാണുന്നതാണേ. എത്താറായി. കല്ലൂട്ടിയുടെ അംഗൻവാടിയിലേക്ക് ഇറങ്ങുന്നതും പിന്നെ കല്ലൂട്ടിനെ വിളിക്കുന്നതൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം അവിടെ ടീച്ചറൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കല്ലൂട്ടിനെ നമ്മൾ വിളിച്ചുകൊണ്ട് വന്നേ. അങ്ങനെ ഉണ്ടായിരുന്നു അംഗൻവാടി പോയിട്ട്? ഇത് കാട്ടിലൊന്നും കയറണമെങ്കിൽ പോരെ. ബാ ബാ വാ, ഞാൻ പോവാണേ. ടാറ്റാ. വാ വാ, കാട്ടിൽ കയറണ്ട, വാ വാ. മുടിയൊക്കെ അയച്ചു കുറച്ച് കളഞ്ഞോ? കല്ലൂട്ടിയുടെ ബാഗ് എവിടെ? കല്ലു ബാഗ് വേണ്ട കല്ലൂട്ടിക്ക്? അതിനാ? ഡോറയുടെ ബാഗാ? നമുക്ക് ഡോറയുടെ ബാഗ് മേടിക്കാം കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളിൽ പോകണ്ടേ, പതിയെ പോ, ഓടണ്ട. ഇന്ന് റോഡ് നിറച്ച് സൈക്കിൾ ചേട്ടായിമാരാലോ കല്ലു. കുട്ടികളെല്ലാം വെക്കേഷൻ ആയതുകൊണ്ട് സൈക്കിളും കൊണ്ട് ഇറങ്ങിയേക്കുവാണ്. വെയിലൊന്നും ഓർക്കൊട്ടും പ്രശ്നമില്ല അല്ലേ? കല്ലൂട്ടി ഒന്നും പറയുന്ന കേൾക്കുന്നില്ല കേട്ടോ. കല്ലൂട്ടിൻ്റെ സ്ഥിരം പരിപാടി കല്ലൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വരുന്നുണ്ടോ? ഞാൻ പോവാ. വാ, എൻ്റെ കൈ പിടിക്കും. വാ വാ കല്ലു. അല്ലേ ഫ്രണ്ടിലോട്. ഞാൻ പോവാട്ടോ.
ഒന്നാമത് നല്ല വെയിലുണ്ട്, ഇടയ്ക്ക് പിന്നെ തണലുണ്ട് കേട്ടോ. പക്ഷെ നല്ല ചൂടാ, കുളിച്ചാലും നല്ല ചൂട് എടുക്കുന്നുണ്ട്. മൈ ഗോഡ്. കല്ലൂട്ടി അങ്ങനെ കൈ കയറിയിട്ടോ ഗൈസ്. നിങ്ങൾ കണ്ടായിരുന്നോ ഒരു പരുന്ത് വന്നത്? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഒരു തല മണ്ടേക്കൂടെ തൊട്ടടുത്തോടെ പോയി. ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഇങ്ങനെ അടുത്ത് കാണുന്നത്. ഒത്തിരി ആകാശത്തിൻ്റെ മുകളിലല്ലാതെ ഇത്ര അടുത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കല്ലൂട്ടി നടക്കുമല്ലോ, ഒരു ചീത്ത കുട്ടിയാന്ന് ഓർക്കും എല്ലാവരും. ചിപ്പിളാണോ? എന്നാ നടക്ക്. ചീത്ത പിള്ളേർ നടക്കണം, നല്ല പിള്ളേർ നടക്കണം, അല്ലെങ്കിൽ അമ്മ പെട്ടുപോകും. ഈ പോണ വഴിക്ക് ഇഷ്ടം പോലെ മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ പറിച്ചില്ല കേട്ടോ ഞങ്ങൾ. പറിക്കാൻ കാണുമ്പോൾ തോന്നും, പക്ഷേ ചോദിക്കാണ്ട് പറിക്കണ മോശമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ പറിച്ചില്ല കേട്ടോ. അപ്പോൾ കണ്ടെന്നും നോക്കി കൊതിയൊക്കെ വിട്ടിട്ട് ഇങ്ങ് പോരും. ഇനിയിപ്പോൾ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസണായില്ലേ, ഇനിയിപ്പോൾ എല്ലാം ഇഷ്ടംപോലെ ഇവിടെ ഉണ്ടാവുമേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം ഇതൊക്കെ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ ഇഷ്ടംപോലെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുമല്ലോ. എത്തിയിട്ട് ഗൈസ്, കല്ലൂട്ടി മുന്നേ കയറി ഓടി എന്നെ ഇട്ടിട്ട് ഞാൻ ഒറ്റയ്ക്കായി പോയി. ഞാൻ പുറകേ പോവാണേ. അപ്പോൾ ബായ്. നമ്മുടെ അംഗൻവാടി ജനം ഇത്രേ ഉള്ളൂ കേട്ടോ.